ഡൽഹിയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം പശ്ചിമേന്ത്യയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ വ്യോമപാത നിയന്ത്രണങ്ങൾ കാരണം പാതി വഴിയിൽ നിന്ന് തിരിച്ചിറക്കി. ഏതാണ്ട് 7 മണിക്കൂറോളം ആകാശത്ത് തുടർന്ന ശേഷമാണ് വിമാനം ഡൽഹിയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചത്. പശ്ചിമേന്ത്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് അവസാന നിമിഷം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വിമാനം തിരിച്ചുവിടാൻ പ്രേരിപ്പിച്ചതെന്ന് ഇൻഡിഗോ വക്താവ് അറിയിച്ചു. എത്യോപ്യ എറിത്രിയ അതിർത്തിക്ക് സമീപം എത്തിയപ്പോഴാണ് വിമാനം പെട്ടെന്ന് യു-ടേൺ എടുത്ത് തിരികെ പറക്കാൻ തുടങ്ങിയതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് സേവനമായ ഫ്ലൈറ്റ് റഡാർ 24 റിപ്പോർട്ട് ചെയ്തു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുദ്ധമേഖലകൾ ഒഴിവാക്കാനായി ഗൾഫ് ഓഫ് ഏദൻ വഴിയും ആഫ്രിക്കയുടെ ഭാഗങ്ങൾ വഴിയുമുള്ള പ്രത്യേക പാതയാണ് വിമാനം സ്വീകരിച്ചിരുന്നത്. എന്നിരുന്നാലും മേഖലയിലെ വ്യോമപാത നിയന്ത്രണങ്ങളിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ വിമാനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനികളിലൊന്നാണ് ഇൻഡിഗോ. 2006 ആരംഭിച്ച ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ യാത്രകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. രാകേഷ് ഗാംഗ്വാളും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. 2006 ഓഗസ്റ്റ് 4 ന്യൂഡൽഹി മുതൽ ഇൻഫാൽ വരെയുള്ള സർവീസോടെയാണ് ഇൻഡിഗോയുടെ ആദ്യ വിമാനയാത്ര ആരംഭിച്ചത്. തുടക്കത്തിൽ കുറച്ച് വിമാനങ്ങളുമായി പ്രവർത്തനം തുടങ്ങിയെങ്കിലും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം നൽകുന്ന ലോ കോസ്റ്റ് എയർലൈൻ മാതൃകയിലൂടെ കമ്പനി വേഗത്തിൽ വളർന്നു. ഇൻഡിഗോ ആഭ്യന്തര സർവീസുകൾക്ക് പുറമെ അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിച്ചു. ദുബായ്, ദോഹ, സിംഗപ്പൂർ, ബാങ്കോക്ക് എന്നിവയുൾപ്പെടുന്ന നിരവധി നഗരങ്ങളിലേക്ക് വിമാന സർവീസും നടത്തുന്നു. 2010കളോടെ ഇൻഡിഗോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര വിമാന കമ്പനിയായി മാറി. പുതിയ വിമാനങ്ങൾ വൻതോതിൽ വാങ്ങിയതും സമയബന്ധിത സർവീസും യാത്രക്കാരുടെ വിശ്വാസം നേടാനും സഹായിച്ചു. 2015 കമ്പനി ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രവേശിക്കുകയും വലിയ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവിടങ്ങളിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ അവരുടെ വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചിരുന്നു. ഇതിന്റെ ഫലമായി ഇൻഡിഗോക്ക് നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന ചില സർവീസുകൾ വൈകുകയോ വഴി മാറ്റുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കിയതായും ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതോടെ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് യാത്രാ പ്രശ്നങ്ങൾ നേരിട്ടു. വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ സഹായിക്കാൻ ഇൻഡിഗോ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കി. ടിക്കറ്റ് റദ്ദാക്കാനും യാത്രാ തീയതി മാറ്റാനും അധിക ഫീസ് ഒഴിവാക്കുന്നതായും കമ്പനി അറിയിച്ചു. ഇതിനിടെ ഇൻഡിഗോ അധികൃതർ സ്ഥിതിഗതികൾ അടുത്തായി നിരീക്ഷിക്കുന്നതായി വ്യക്തമാക്കി. അന്താരാഷ്ട്ര വ്യോമഗതാഗത സാഹചര്യങ്ങൾ സാധാരണ നിലയിലാകുമ്പോൾ സർവീസുകൾ വീണ്ടും പൂർണ്ണമായും പുനരാരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ പരമമായ പ്രാധാന്യം നൽകുന്നതെന്ന് ഇൻഡിഗോ വ്യക്തമാക്കി. യാത്ര തുടരാനുള്ള സാധ്യതകളെക്കുറിച്ച് ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിവരികയാണെന്നും എയർലൈൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.